ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. സ്നേഹവും സമാധാനവും ഐക്യവും എല്ലാം പ്രതിനിധാനം ചെയ്യുന്നതാണ് ഇന്ത്യൻ ഭരണഘടന. അതുതന്നെയായിരുന്നു ഭരണഘടനാ ശില്പികളായ സുഭാഷ് ചന്ദ്രബോസും രാജേന്ദ്ര പ്രസാദിനെ പോലെയുള്ളവരെല്ലാം ലക്ഷ്യം വെച്ചത്. നിലവിൽ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സമയത്ത് ഭരണഘടനക്കെതിരെ ബ്രിട്ടീഷുകാർക്ക് ചാരസന്ദേശം അറിയിച്ച് ഭരണഘടനയെ തന്നെ തകർത്തെറിയാൻ ശ്രമിച്ച മഹാത്മാഗാന്ധിജിയുടെ ഘാതകൻ നാഥുറാം വിനായക് ഗോഡ്സെയുടെ പിൻതലമുറക്കാരനായ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ജനതാ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ വിധത്തിലെല്ലാം ഭരണഘടനയെ തകർത്തെറിയാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ബി നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. എന്താണിത്? എന്തിനു വേണ്ടിയായിരുന്നു ഇത്? നിലവിൽ ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പല സമയങ്ങളിലാണ് ഇന്ത്യയിൽ നടക്കാറുള്ളത്. എന്നാൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന പദ്ധതി ആവിഷ്കരിക്കാൻ കായാൽ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരേ സമയത്തോ അതല്ലെങ്കിൽ നിശ്ചിതമായ ഒരു കാലയളവിനുള്ളിലോ നടത്തേണ്ടതായി വരും. ഇങ്ങനെ സംഭവിച്ചാൽ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും. അഥവാ പ്രാദേശിക പ്രശ്നങ്ങളും സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങളെയും ചർച്ച ചെയ്യേണ്ട സമയത്ത് ദേശീയ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ദേശീയ വിഷയങ്ങളെയായിരിക്കും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക. ഇതിലൂടെ ഒന്നോ രണ്ടോ അധികം വോട്ടുകൾ ബി നേടാനാകും. ഇതിലൂടെ ഹിന്ദുത്വ രാഷ്ട്രമെന്ന സങ്കല്പത്തിലേക്ക് അതിവേഗം സഞ്ചരിക്കാൻ ബി ആവുകയും ചെയ്യും. ഹിന്ദുത്വ നേതാവ് ഗോൾവാക്കർ തന്റെ വിചാരധാരയിൽ ഭാരതത്തിന്റെ തന്നെ ശത്രുക്കളാണ് മുസൽമാനും ക്രൈസ്തവനും കമ്മ്യൂണിസ്റ്റുകളും എന്ന് പറയുന്നതിനെ വാസ്തവമാക്കും വിധത്തിൽ ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾക്കും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമേൽ ഒരുപാട് കലാപരൂക്ഷിതമായ പ്രവർത്തനങ്ങൾ ഭരണകൂടത്തിന് ചെയ്തെടുക്കാൻ ഇന്ന് വരെ കഴിഞ്ഞു. RSS തലവൻ മോഹൻ ഭഗവത് ഹിന്ദുക്കൾ മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ അരയിൽ കത്തിവെച്ചിറങ്ങണമെന്ന് പോലും ആഹ്വാനം ചെയ്തു. മറ്റൊരിക്കൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇനി മുതൽ നിങ്ങൾ ഇന്ത്യയെ ഭാരത് എന്ന് മാത്രം വിളിക്കണമെന്ന്. രാജ്യത്ത് ആക്രമണങ്ങളും ബലാത്സംഗങ്ങളും നടക്കുന്നത് ഇന്ത്യയിലാണെന്നും പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന ഭാരതത്തിൽ അല്ല എന്ന് പറയുന്നതിലൂടെ ഭരണഘടന പോലും തുല്യ പ്രാധാന്യം നൽകുന്ന രണ്ട് പേരുകളെ വിവേചന ബുദ്ധിയോടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയുന്നു. ഇന്നുവരെ ബി ചെയ്തു പോകുന്നതിന്റെ തുടർച്ച മാത്രമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത്. മീററ്റിൽ സഹോദരിയുടെ കോളേജ് ഫീസ് അടക്കാൻ പോയ മുസ്ലിം യുവാവിന് മേൽ ഹിന്ദുത്വ തീവ്രവാദികൾ കല്ലെറിഞ്ഞ് ആക്രമിക്കുന്നു. മുഹമ്മദ് ഇസ്ഹാർ എന്ന് പറയുന്ന ഭിന്നശേഷി യുവാവിനെ അമ്പലത്തിൽ നിന്ന് പ്രസാദം കഴിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് കെട്ടിയിട്ട് ക്രൂരമായി കൊലപ്പെടുത്തുന്നു. ബീഫ് കടത്തൽ ആരോപിച്ചുകൊണ്ട് ബീഹാറിലും ഡൽഹിയിലടക്കം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും മുസ്ലിം യുവാക്കളെ ഒന്നടങ്കം കൊലപ്പെടുത്തുന്നു. ഹിജാബിന്റെ പേര് പറഞ്ഞുകൊണ്ട് കർണാടകയിൽ മുസ്ലിം യുവതികളുടെ പഠനത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു. ബീഹാറിലും യുപിയിലും എന്നില്ലാതെ ഇന്ത്യയുടെ പല ഭാഗത്തും ബീഫ് കടത്തൽ ആരോപിച്ച് മുസ്ലിം യുവാക്കളെ ഒന്നടങ്കം കൊന്നുകളയുന്നു. യുപിയിലെ മുസഫർ നഗറിലെ നെഹ സ്കൂളിലെ തൃപ്യാത്യാഗി എന്ന് പറയുന്ന അധ്യാപിക സ്കൂളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ മതം പറഞ്ഞ് വർഗീയത പ്രചരിപ്പിക്കുന്നു. പ്രതിപക്ഷ നേതാക്കളെ നോക്കുകുത്തികളാക്കുന്ന രീതി, പ്രതിരോധിക്കുന്ന പ്രതിപക്ഷ സ്ഥാനാർത്ഥികളുടെ MP സ്ഥാനം മരവിപ്പിച്ചും കള്ളക്കേസിൽ കുടുക്കിയും തെറ്റായ രാഷ്ട്രീയം കളിക്കുന്നു. ഇത്തരത്തിൽ ഇന്നുവരെ ചെയ്തു പോന്ന ശരിയല്ലാത്ത രാഷ്ട്രീയത്തിന്റെ അതേ തുടർച്ചയാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത്. ഇത്തരത്തിൽ സ്വന്തം ജനതയെ തമ്മിലടിക്കാനും വെറുക്കാനും സംശയിക്കാനും പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്ന ഭരണകൂട രാഷ്ട്രീയത്തോട് 2024 തെരഞ്ഞെടുപ്പിലൂടെ ജനത പറയുന്നു, ഒന്നടങ്ങിയേ തീരൂ. പ്രതിപക്ഷത്തെ വോട്ട് ജിഹാദികളാക്കിയും പ്രബല ന്യൂനപക്ഷങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരാക്കിയുമുള്ള നിങ്ങളുടെ വൃത്തികെട്ട രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ നരേന്ദ്രമോദി ഏറ്റുവാങ്ങിയത് പരാജയത്തെ രുചിച്ചുകൊണ്ടുള്ള വിജയമായിരുന്നു. എതിർ സ്ഥാനാർത്ഥി അജയ് റോഡിയോട് 1,52,513 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് നരേന്ദ്രമോദിക്ക് ഇത്തവണ നേടിയെടുക്കാൻ കഴിഞ്ഞത്. എന്നാൽ രാഹുൽ ഗാന്ധി റൈബറേലിയിൽ 3,90,30 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വലിയ വിജയം നേടിയതും ഇന്ത്യയുടെ മാറ്റത്തിന്റെ അടയാളം കാണിച്ചു തരുന്നതാണ്. അമേഠിയിലെ ബി സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി എതിർ സ്ഥാനാർത്ഥിയായ കിഷോരിലാൽ ശർമ്മയെ ഒരു പരിഗണനയും നൽകാതെ കോൺഗ്രസിന്റെ വേലക്കാരനെന്ന് വിളിച്ചിട്ട് പോലും 1,67,196 വോട്ടുകളുടെ വ്യത്യാസത്തിൽ കിഷോരിലാൽ ശർമ്മ ജയിച്ചുവെങ്കിൽ ഹൈദരാബാദ് തെരഞ്ഞെടുപ്പിൽ മാധവിലത കൊമ്പല്ല എന്ന ബി സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥിയായ അസദുദ്ദീൻ ഉവൈസിക്കെതിരെ പല പള്ളികൾക്കുമേൽ അമ്പറിയുന്ന ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടും വോട്ടിംഗ് ബൂത്തിൽ സ്ത്രീകളുടെ ഹിജാബെല്ലാം മൂടിയെല്ലാം പരിശോധന നടത്തി ഒരുപാട് വർഗീയത പ്രചരിപ്പിച്ചിട്ടും 3,38,087 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തൊപ്പിയിട്ട അസദുദ്ദീൻ ഉവൈസി ജയിച്ചുവെങ്കിൽ നിങ്ങളുടെ വർഗീയ ശ്രമങ്ങളെയെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മോദി അദാനി കൂട്ടുകെട്ടിന്റെ പൊള്ളത്തരങ്ങളെ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ MP സ്ഥാനം നഷ്ടപ്പെട്ട മഹുവ മൈത്രയെ 57,083 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കൃഷ്ണനഗർകാർ വിജയിപ്പിച്ചത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൈലൈറ്റ് ചെയ്തിരുന്ന രാമക്ഷേത്രം ഉൾക്കൊള്ളുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും ബി പരാജയപ്പെട്ടു എന്നത് ജനാധിപത്യ ഇന്ത്യക്ക്
ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നതാണ്. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 400-ലേറെ സീറ്റ് നേടുമെന്ന അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും വാദങ്ങളെയെല്ലാം പൊളിച്ചടക്കുന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ. മഹാരാഷ്ട്രയിലെ 48 സീറ്റിൽ 30 സീറ്റും ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുന്നു. രാജസ്ഥാനിൽ 25-ൽ 14 സീറ്റിലേക്ക് BJP ഒതുങ്ങുന്നു. പഞ്ചാബിൽ 13-ൽ 13 ഇന്ത്യ സഖ്യത്തിന്, തമിഴ്നാട്ടിൽ 40-ൽ 40 ഇന്ത്യ സഖ്യത്തിന്. അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്തും വലിയ മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ വന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഈ തിരഞ്ഞെടുപ്പ് സ്വയം ദൈവമെന്ന് വിശേഷിപ്പിച്ചിരുന്ന നരേന്ദ്രമോദിയെ ശരീരഭാഷ കൊണ്ടും രൂപം കൊണ്ടും ജനത സാധാരണ മനുഷ്യനാക്കിയ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. നിയന്ത്രണങ്ങളില്ലാത്ത അധികാരം ഭരണാധികാരികളെയും ഭരണകൂടങ്ങളെയും എത്രത്തോളം മുഷിപ്പിക്കുമെന്നറിയാൻ കളഞ്ഞുപോയ 10 വർഷങ്ങൾ ഇന്ത്യക്ക് ഉപകാരപ്പെടും. 1927-ൽ മഹാത്മാഗാന്ധിജി ഹിന്ദുത്വ നേതാക്കളോട് ചോദിക്കുന്നുണ്ട്, മുസ്ലിമീങ്ങളോടും ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും മറ്റു മതക്കാരോടും നീതി പുലർത്തണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ഭ്രാന്തൻ ഗാന്ധി അത്ര സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണോ എന്ന്. അതേ ചോദ്യം ഇന്ന് നമ്മളെല്ലാം ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ വളരേണ്ടത് ജനാധിപത്യമാണ്, സ്നേഹമാണ്, സമാധാനമാണ്. ഗോൾവാക്കറുടെയോ ഗോഡ്സെയുടെയോ ആശയമല്ല. മഹാത്മാഗാന്ധിജിയും അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസുമെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ശരിയായ പാതയെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. ഇന്ന് നിങ്ങൾക്കെതിരെ ഞങ്ങളോടൊപ്പം ഒരുപാട് ധ്രുവ്രാഠ്യമാരുണ്ട്, ഒരുപാട് നല്ലവരായ ജനാധിപത്യ മൂല്യം ഉൾക്കൊള്ളുന്ന ജനങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ന് ഭരണഘടന സംരക്ഷണ വലയത്തിലാണ്. നന്ദി, നമസ്കാരം.